ബിൽഖീസിനെയും നേതാക്കളെയും സ്വീകരിക്കാനുള്ള ഒരുക്കം തുടങ്ങി. 12,000 സേനാനായകന്മാരുടെ അകമ്പടിയോടെ ബിൽഖീസ് യാത്ര തിരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി. ജിന്നുകളും മനുഷ്യരുമെല്ലാം കൂടി. അദ്ദേഹം അവരോടിങ്ങനെ ചോദിച്ചു: പ്രധാനികളെ, ബിൽഖീസും കൂട്ടരും മുസ്ലിങ്ങളായി വരുന്നതിനു മുമ്പ് അവരുടെ സിംഹാസനം ആരു കൊണ്ടുവരും? വല്ലാത്ത ചോദ്യം തന്നെ. സിംഹാസനം പൂട്ടിവെച്ച മുറിയിലിരിക്കുക എളുപ്പമല്ല. കോട്ട കടക്കണം, പിന്നെ സുശക്തമായ കൊട്ടാരം അടച്ചുപൂട്ടിയ പല മുറികൾ കടന്നു ചെല്ലണം. കവർച്ചക്കാർക്കൊന്നും തുറക്കാൻ കഴിയാത്ത പൂട്ട്. ബിൽഖീസ് തിരിച്ചുവരുന്നതുവരെ ആ പൂട്ടുകളൊന്നും തുറക്കുകയില്ല. അങ്ങനെയുള്ള സിംഹാസനം കൊണ്ടുവരാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത്. ആ ചോദ്യത്തിനുത്തരം നൽകിയത് ഇഫ്രിത്ത് എന്ന ജിന്നായിരുന്നു. ഇഫ്രിത്ത് എന്ന പദത്തിന് പോക്കിരി, മല്ലൻ എന്നൊക്കെ അർത്ഥം പറയാം. ജിന്നുകളുടെ കൂട്ടത്തിൽ കൂടുതൽ യോഗ്യതയുള്ള ഒരു പ്രബല വ്യക്തിയായിരുന്നു അദ്ദേഹം. മനുഷ്യരെക്കാൾ പല കഴിവുകളുമുള്ള ഒരു വിഭാഗമാണ് ജിന്നുകൾ. അവരുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖനാണ് സിംഹാസനം കൊണ്ടുവരാമെന്ന് പറയുന്നത്. അതിനുള്ള ശക്തി അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. താൻ വിശ്വസ്തനാണെന്ന് ഇഫ്രിത്ത് പറയുന്നു. ഇത് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാകുന്നു. അങ്ങ് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പ് സിംഹാസനം കൊണ്ടുവരാം എന്നാണ് ഇഫ്രിത്ത് പറഞ്ഞത്.